അപ്പൊ എന്റെ ഫസ്റ്റ് നോമിനേഷൻ നെവിൻ. നെവിൻ ഇവിടെ ആദ്യം വന്നപ്പം ഒരു ഇൻഡിപെൻഡന്റ്, കുറച്ച് റൂത്ത്ലെസ് പെരുങ്കള്ളനായിരുന്നു, ഒരു ഗെയിമർ ആയിരുന്നു. എന്നിട്ട് എന്നെ മരപ്പാവെന്നും ഓരോ പല പല പദങ്ങൾ എന്നോട് ഉപയോഗിക്കാറുണ്ട്. എനിക്ക് തോന്നുന്നു അവന് ചിലപ്പോൾ അക്ബറിനെ പേടിയായിരിക്കും. പകരത്തിന് പകരം നാളെയില്ല. അല്ല, വേറെ എന്തെങ്കിലും ഒരു കാരണം പറയാൻ പറ്റുമോ? ഇത് വന്ന അന്ന് മുതലുള്ള കാരണം അക്ബറിന്റെ പേടിയാണ് നീയാണോ തീരുമാനിക്കുന്നത്? ആയിരിക്കും. ആണോ? എന്തോ ഞാൻ എന്തോ അനുമോളെ പട്ടും നീയാണോ തീരുമാനിക്കുന്നത്? അതുപോലെ ഞാൻ അത്രേ ഉള്ളു. ഒരിക്കലും സാബിന് എന്റെ അടുത്ത് മാത്രമേ ബാക്കിയുള്ളവർക്ക് പറ്റത്തില്ല. വേണ്ട സ്ഥലത്തൊക്കെ ഞാൻ ശബ്ദം കണ്ടു കുറച്ചേരം മുന്നേ. ആരും എന്നോട് ഇവിടെ ശബ്ദം ഉണ്ടാക്കാൻ വന്നില്ല. ഇവിടെ വന്നാൽ ഞാൻ കൊടുക്കും. നീ എന്റെ നേരെ വന്ന് ഞാൻ തന്നു. എനിക്ക് പ്രത്യേകിച്ച് ഒന്നും നീ തന്നതായിട്ട് തോന്നുന്നില്ല. എന്നാ നീ അങ്ങനെ വിചാരിച്ചോ? പിന്നെ നീ എന്തിനു പറഞ്ഞ ശബ്ദം ഉണ്ടാക്കാൻ വന്നു? അതാണ് പേട്ടയോട് കളിക്കല്ലേ പറയാ. നീ പോടാ മരപ്പാവേ, മരപ്പാവ മരപ്പാവ എന്തെങ്കിലും പറയൂ? അല്ലെങ്കിൽ ഒരിക്കലും ഒന്നും പറയൂല. എനിക്ക് ഞാൻ കഴിഞ്ഞ ആഴ്ച പറയണം. നിനക്ക് പറഞ്ഞൂടെ അക്ബറിനെ? അല്ല, ഞാൻ പറയും. ഗൈഡ് അവിടെ ഉണ്ട്, പോയി തടവി കൊടുക്കും. ഞാൻ തടവി കൊടുത്തോളാം. അതിന് ഞാൻ അക്ബറെ അടിമയാന്ന് പറഞ്ഞ അടിമ. ഞാൻ ഞാൻ ഇങ്ങനെ തന്നെ അന്നും ഇന്നും എല്ലാം സെയിം. ഞാനിവിടെ ആരാണെന്ന് കാണിക്കാൻ വന്നേ. നിന്നെ പോലെ ഗെയിമും പെരുങ്കള്ളനാവാൻ വന്നേ. ദൈവമേ, ഈ പെരുങ്കള്ളനെ എല്ലാവരും അറിയണേ, പ്രേക്ഷകരെല്ലാം. ഇത്രയും പരദൂഷണവും പറഞ്ഞ നിലപാടും ഇല്ല. പറ്റിച്ചും മോഷ്ടിച്ചും കുറ്റവും പറഞ്ഞു നടന്നു. മറ്റുള്ളവർക്കുള്ള ഫുഡും കൂടെ എന്നിട്ട് ഇതെല്ലാം ഗെയിമാണെന്ന് പറഞ്ഞിട്ട് എന്ത് കേസ് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. 2 തരും, അത്ര തന്നെ. വേഗം താനുമോളെ ആ വയറ് ഞാൻ കുത്തി പൊട്ടിക്കും. ഇങ്ങോട്ടേക്ക് എന്റെ അടുത്ത് വരുമെങ്കിൽ. ഇപ്പൊ നിനക്കൊരു കൂട്ടി കിട്ടി, ഒരു കളിപ്പാവനെ കിട്ടി, സാബുമാൻ. മനസ്സിലായില്ലേ? അതാണ് നിന്നെക്കാൾ നല്ലൊരു കണ്ടസ്റ്റന്റ് ആണ് സാബുമാൻ. കേട്ടോ, നല്ലൊരു വ്യക്തിയാണ് അവൻ. നല്ലൊരു ഞാനൊരു വ്യക്തിയല്ല. ഞാനുണ്ടല്ലോ, നിന്നെ ഞാൻ കൂട്ടുന്നില്ല.